നിങ്ങൾക്കാർക്കെങ്കിലും സ്വർഗത്തില് ഒരു ഈന്തപ്പഴത്തൈ നിങ്ങളുടെ പേരിൽ നടണം എന്ന ആഗ്രഹമുണ്ടോ? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കാര്യം നമുക്കൊക്കെ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന, വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗത്തില് നമുക്ക് വേണ്ടി ഒരു ഈന്തപ്പനയുടെ തയ്യ് നടപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരാള് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയാൽ, അതായത് അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അതുപോലെ തന്നെ അള്ളാഹ്ക്ക് ഹംദ് പറയുകയും ചെയ്യുകയാണല്ലോ. അള്ളാഹ്ക്ക് ഹംദ് പറയുന്നതോടൊപ്പം അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുരിസത്തു ലഹു നഖ്ലത്തുൻ, അയാൾക്ക് വേണ്ടിയിട്ട് ഫിൽ ജന്ന, സ്വർഗത്തില് അയാൾക്ക് വേണ്ടി ഒരു ഈന്തപ്പന തയ്യ് നടപ്പെടുമെന്നാണ്. അപ്പോൾ നിരന്തരം ഒരുപാട് തവണ ചൊല്ലുന്നവർക്ക് എത്ര ഈന്തപ്പന തൈകളാണ് സ്വർഗത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്, അവർക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ചെല്ലാൻ കഴിയുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടുമ്പോൾ നാം എന്തിന് അത് നഷ്ടപ്പെടുത്തണം? അള്ളാഹു നമ്മളെ ദിക്ർ പതിവാക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.